പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നവംബർ 14 ശിശുദിനവുമായി ബന്ധപ്പെട്ട വളരെ മികച്ചൊരു പ്രസംഗമാണ് ഈ വീഡിയോയിൽ നാം അവതരിപ്പിക്കുന്നത്. നമുക്ക് നേരെ പ്രസംഗത്തിലേക്ക് കടക്കാം. മാന്യ സദസ്സിന് വന്ദനം. ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാ വർഷവും നവംബർ 14 ഇന്ത്യയൊട്ടാകെ ശിശുദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നാം ശിശുദിനമായി കൊണ്ടാടുന്നത്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്നേഹപൂർവം എല്ലാവരും അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചു. കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം നൽകേണ്ടതിൻ്റെ, കരുതലും അടുപ്പവും നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് ഈ ദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുക എന്ന നെഹ്റുവിൻ്റെ വാക്കുകൾ നമുക്ക് ഉത്തമ മാതൃകയാണ്. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയെന്ന നിലയിൽ ലോകമെമ്പാടും ചാച്ചാജി പ്രസിദ്ധി നേടിയിരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്നുറച്ച വിശ്വാസമുള്ള ആളായിരുന്നു നെഹ്റു. രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 56 വർഷം തികയുന്നു. ചാച്ചാജിയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മയിലെത്തുന്ന ഒരു രൂപമുണ്ട്. തൊപ്പിയും നീണ്ട ജുബ്ബയും അതിലൊരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ഒരാൾ. ഇന്ത്യയുടെ സമഗ്ര പുരോഗതി സ്വപ്നം കണ്ട ആ രാഷ്ട്രശില്പി. അത് സാക്ഷാത്കരിക്കുവാൻ നടത്തിയ നീക്കങ്ങൾ രാജ്യചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരു പനിനീർപ്പൂവിൻ്റെ സ്നേഹ സൗരഭ്യത്തോടെ കുട്ടികളെ സ്നേഹിച്ച നേതാവ്. പ്രകൃതിയും മനുഷ്യനുമിണങ്ങി ജീവിക്കുന്നതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും കുട്ടികളെ ഓർമ്മിപ്പിച്ചിരുന്ന മഹത് വ്യക്തിയും. തിരക്കുപിടിച്ച ജീവിതവേളയിലും കുട്ടികളെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തി. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകുവാൻ അദ്ദേഹം ശ്രമിച്ചു. നാം ഒത്തൊരുമിച്ച് മുന്നേറുന്നതിന് അനുസൃതമായി ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കുന്നു എന്ന് നെഹ്റു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മികച്ച വാഗ്മിയും എഴുത്തുകാരനും ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ നേതാവുമായിരുന്ന അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. നാം എല്ലാവരും നെഹ്റുവിനെ പോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും കഴിയുന്നവരായിരിക്കണം. ഭാവിയിൽ നാമും നെഹ്റുവിനെ പോലെ, നമ്മുടെ ചാച്ചാജിയെപ്പോലെ രാജ്യത്തിൻ്റെ ശില്പികളായി മാറണം. യഥാർത്ഥ ഇന്ത്യയുടെ ആത്മാവിനെ നമുക്ക് കണ്ടെത്തുവാനാകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ജയ് ചാച്ചാജി, ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.